കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഇതിനോട് യോജിച്ച ഒരു സർക്കാർ നീക്കമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് വോട്ട് കിട്ടാൻ ഏത് സംഘടനയുടെ മൂഡ് വേണമെങ്കിലും താങ്ങാം. ഒരു സർക്കാർ ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ ആരാണ് തടസ്സം? സർക്കാർ തന്നെയാണോ, അതോ തിരശീലയ്ക്ക് പിന്നിലെ ചില അദൃശ്യ ശക്തികളാണോ? കേരളത്തിലെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കാർ നാടകങ്ങൾ കാണുമ്പോൾ ആർക്കും തോന്നിപ്പോകുന്ന ഒരു ചോദ്യമാണിത്. ഹൈക്കോടതി നിർദ്ദേശം, വിദഗ്ധ സമിതി റിപ്പോർട്ട്, അങ്ങനെ 100 കാരണങ്ങൾ നിരത്തി നടപ്പിലാക്കിയ ഒരു തീരുമാനം ഒരു മതസംഘടന കണ്ണുരുട്ടിയപ്പോൾ മാത്രം ചർച്ചയ്ക്ക് വെക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഇത് വെറും പ്രീണനമല്ലെങ്കിൽ പിന്നെന്താണ്? നമ്മുടെ വിഷയം വളരെ ലളിതമാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠന സമയം കൂട്ടാൻ സർക്കാർ തീരുമാനിക്കുന്നു. എന്തിനാണ്? 220 പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ 1100 മണിക്കൂർ അധ്യയനം വേണമെന്ന വിദഗ്ധ സമിതിയുടെ ശുപാർശയുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റും, അങ്ങനെ ആകെ അരമണിക്കൂർ പഠന സമയം കൂട്ടി. വെള്ളിയാഴ്ചയെ ഒഴിവാക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ വിദ്യാഭ്യാസപരമായി ഇതൊരു നല്ല തീരുമാനമാണ്. എന്നാൽ എവിടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്? സമസ്തയടക്കമുള്ള ചില മതസംഘടനകൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അവരുടെ വാദം സ്കൂൾ സമയം കൂട്ടുന്നത് മദ്രസ പഠനത്തെ ബാധിക്കും എന്നാണ്. ന്യായമായ പരാതിയാണെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല. സർക്കാർ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരുമായും ചർച്ച ചെയ്തില്ല എന്നായിരുന്നു ആദ്യത്തെ പരാതി. എന്നാൽ ഹൈക്കോടതി വിധിയും വിദഗ്ധ സമിതി റിപ്പോർട്ടും അടിസ്ഥാനമാക്കിയെടുത്ത ഒരു നയപരമായ തീരുമാനത്തിന്റെ മേൽ സർക്കാർ ഉറച്ചു നിൽക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആദ്യം പറഞ്ഞത്. പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കാം, പക്ഷെ തീരുമാനം പിൻവലിക്കില്ല എന്നായിരുന്നു അന്നത്തെ അധീരമായ നിലപാട്. പക്ഷേ ആ ധൈര്യത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. സമസ്ത ശക്തമായ നിലപാടെടുക്കുകയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സർക്കാർ മെല്ലെ മലക്കം മറഞ്ഞു. ഇപ്പോൾ അതേ സർക്കാർ അതേ മതസംഘടനകളുടെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ചർച്ച. ഇവിടെയാണ് നമ്മൾ പ്രീണന രാഷ്ട്രീയത്തിന്റെ അപകടം തിരിച്ചറിയേണ്ടത്. ഒരു ഇടതുപക്ഷ സർക്കാർ, പുരോഗമന സർക്കാർ എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അവരുടെ നയങ്ങൾ രൂപീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഉപദേശം കേട്ടാണോ, അതോ മതസംഘടനകളുടെ സൗകര്യം നോക്കിയാണോ? കുട്ടികളുടെ ഭാവിയാണോ വലുതെന്നാണോ, അതോ ചിലരുടെ വോട്ട് ബാങ്ക് ആണോ വലുതെന്നാണോ സർക്കാർ ചിന്തിക്കേണ്ടത്? സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ പിന്നോട്ട് പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സംശയമേ വേണ്ട, അവർ പിന്നോട്ട് തന്നെ പോകും. അവർ ബദൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുമുണ്ട്. രാവിലെ സമയം കൂട്ടുന്നതിന് പകരം വൈകിട്ട് കൂട്ടുക, അവധി ദിവസങ്ങൾ പ്രവൃത്തി ദിനമാക്കുക എന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ചർച്ചകൾ തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പേ അല്ലേ വേണ്ടിയിരുന്നത്? എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഉത്തരവിറക്കിയ ശേഷം ഒരു സംഘടന എതിർത്തപ്പോൾ മാത്രം ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആ സംഘടനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? ഇവിടെയാണ് ഒരു സർക്കാരിന് സ്വതന്ത്രമായി നട്ടല്ലോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രീണന രാഷ്ട്രീയം ഒരു സർക്കാരിനെ എത്രത്തോളം ദുർബലപ്പെടുത്തും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഒരു വശത്ത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായി ദീപിക പോലും സമസ്തയുടെ ഈ സമ്മർദ്ദത്തെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. എന്നിട്ടും സർക്കാർ വഴങ്ങുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്താനാണെന്ന വിമർശനം അതുകൊണ്ടാണ് ഉയരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുമാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ച നാടകം? വിധി നടപ്പാക്കാനുള്ള ചങ്കുറപ്പില്ലായ്മ മറച്ചു വെക്കാനാണോ? ഒരു സർക്കാർ ഭരിക്കേണ്ടത് ഭരണഘടനയും നിയമങ്ങളും നോക്കിയാണ്, അല്ലാതെ മതസംഘടനകളുടെ കലണ്ടർ നോക്കിയല്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് ഇവിടെ പ്രധാനം. അതിന് ഏതെങ്കിലും മതപരമായ പഠന രീതികളുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയേ അല്ല. മദ്രസ പഠനം നടക്കട്ടെ, അതിനെ ആരും എതിർത്തില്ല. പക്ഷേ അതിന്റെ പേരിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ താളം തെറ്റിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാനാകില്ല. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. പക്ഷേ ഒന്ന് വ്യക്തമാണ്, പുരോഗമനം പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലും അത് വേണം. തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള ധൈര്യവുമാണ് ഒരു സർക്കാരിന് വേണ്ടത്, അല്ലാതെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങുന്ന നട്ടലില്ലായ്മയല്ല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അത് കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.